ഇന്നത്തെ കാര്യത്തിൽ നമുക്കൊരു ആശ്വാസത്തിനുള്ള വകയുണ്ട്. നമുക്കെന്ന് വെച്ചാൽ കേരളത്തിനാകെ ആശ്വാസത്തിനുള്ള വകയുണ്ട്. കാരണം നമ്മുടെ കേരളം ഭരിക്കുന്ന നമ്മുടെ ഭരണതലപ്പത്തുള്ള മുഖ്യമന്ത്രി ഇന്ന് വളരെ ഉദാരമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ സന്ദർശിച്ചു, ആ ആളുകളെ കണ്ടു. വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ ഇത്തരം ഘട്ടങ്ങളോട് വളരെ റഫായിട്ട് പെരുമാറുന്ന ആളൊന്നുമല്ല. കാരണം രാജേഷിൻ്റെ വീട്ടിൽ പോയപ്പോഴാണെങ്കിലും ഇന്നലെ മറ്റു ചില വീടുകളിൽ പോയപ്പോഴാണെങ്കിലും വിതുമ്പിക്കൊണ്ടും സങ്കടപ്പെട്ടുകൊണ്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്ന വി ഡി സതീശനെ നമ്മൾ കണ്ടതാണ് വ്യക്തിപരമായിട്ട്. പക്ഷേ ഭരണത്തലപ്പത്ത് ഭരണപരമായിട്ട് ഏറ്റവും ഉന്നതമായ പദവിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം കാണിക്കേണ്ടുന്ന ജസ്റ്റിസ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടുന്ന ചില നീക്കങ്ങളും വർത്തമാനങ്ങളും ഉണ്ടായില്ല എന്നതായിരുന്നു ഇന്നലെ വരെയുള്ള നമ്മുടെ ഒരു പ്രശ്നം. അത് പക്ഷേ ഇന്ന് അദ്ദേഹം പരിഹരിച്ചു. ഇന്ന് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇത് അത്തരം വർത്തമാനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടും സർക്കാരിനെതിരായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ വൈകാരികമായിട്ട് ആ ഘട്ടത്തിൽ പറയുന്ന കാര്യങ്ങളാണല്ലോ എന്ന് അദ്ദേഹം ശരിയാവണ്ണം പറഞ്ഞു. അത് ആ നിലക്കെടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നിലപാടാണ്. പക്ഷേ എന്താ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഹർഷ, ഇത് 11ാം ദിവസമാണ് അദ്ദേഹം പറയുന്നത്. ഈ 11 ദിവസങ്ങൾക്ക് മുമ്പ് ഏത് ദിവസം അത് പറഞ്ഞിരുന്നെങ്കിലും അതിൻ്റെ ഒരു ഉപഫലമാകുമായിരുന്നത് ഈ ജോണിൻ്റെ മകളാണല്ലോ ഇത്തരം കാര്യത്തിൽ വളരെ ഷാർപ്പായിട്ട് അവരുടെ വിമർശനങ്ങൾ ഇന്നും അവർ ഉന്നയിച്ചു. ജോണിൻ്റെ മകൾ ഉൾപ്പെടെയുള്ള ഈ ഗ്രീഫിൽ അകപ്പെട്ടിരിക്കുന്ന ബന്ധുക്കൾ പറഞ്ഞ കാര്യങ്ങളെ തുടർന്ന് അതിനെ രാഷ്ട്രീയമായിട്ട് ഞങ്ങളുടെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെ അധിക്ഷേപിക്കുകയാണോ എന്ന് പറഞ്ഞുള്ള അങ്ങേയറ്റം മോശമായ അവഹേളനം ഈ സോഷ്യൽ മീഡിയയിലടക്കം നമ്മൾ കാണേണ്ടി വരില്ലായിരുന്നു. അതായത് സ്വന്തം പിതാവിനെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയോടും ഒരു മകളോടും അതിരൂക്ഷമായിട്ടും മോശം വാക്കുകളിലും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഈ പറയുന്ന സൈബർ പോരാളികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ നടത്തുന്ന സൈബർ അധിക്ഷേപം കേരളത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വരികയില്ലായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ. ഇന്നു മുതൽ നിൽക്കും. കാരണം അദ്ദേഹം പറഞ്ഞു, ശരിയായ ഒരു നിലപാട് പറഞ്ഞു. അതായത് എന്താണത്? അദ്ദേഹം പറയുകയാണ്, ഈ പറയുന്നത് പോലെ എന്താണ് ഇങ്ങനെ അത് അവരുടെ വൈകാരിക ക്ഷോഭത്തെ തുടർന്ന് പറയുന്നതല്ലേ, ഞങ്ങൾ അങ്ങനെ കാണുന്നുള്ളൂ എന്ന് പറയുന്നത് ഒരു 4-5 ദിവസം മുമ്പാണെങ്കിൽ ഈ അന്തരീക്ഷത്തിലേക്ക് ഈ പറയുന്ന ദുഷ്ടമായിട്ടുള്ള വർത്തമാനങ്ങൾ, അതായത് ഓരോ മനുഷ്യരോടും ഏറ്റവും നന്നായിട്ട് സഹജീവികൾ പെരുമാറേണ്ടുന്ന സമയമാണ്. അവർ ഗ്രീഫിലകപ്പെടുന്ന സമയം, അവർ സങ്കടത്തിലകപ്പെടുന്ന സമയം, അവരുടെ ഏറ്റവും അടുത്ത ആളുകൾ. ഇപ്പോൾ ഒരു വീട്ടിലൊരു മരണ വീടുണ്ടായാൽ സകലമാന നാട്ടുകാരും അതിനകത്ത് ഒരുപക്ഷെ ഏത് വിധത്തിലുള്ള മനുഷ്യരുണ്ടോ അവിടെ ചെന്നിട്ട് ആളുകൾ അവരെ ആ വർത്തമാനം കൊണ്ടും അവരുടെ സാന്നിധ്യം കൊണ്ടും ഈ മരണ വീട്ടിനെ ആകപ്പാടെ തന്നെയും ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ കേരളം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ 2018 വൻ പ്രളയം വന്നപ്പോഴാണെങ്കിലും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് മഹാമാരികളും മറ്റുമൊക്കെ വന്നപ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായിട്ട് നിൽക്കുക ചെയ്തത്, അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുകയല്ല ചെയ്തത്. പക്ഷേ ഇവിടെ ആ ചീത്തവിളി അങ്ങേയറ്റം രൂക്ഷമായിട്ടുണ്ടായി. ഇതിപ്പോൾ മാധ്യമങ്ങൾ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ 11ാം വർഷമായിരുന്നെങ്കിൽ മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് എതിർത്തേനെ. പക്ഷേ ഇതിപ്പോൾ ഒരു പുതിയ ഫ്രഷായിട്ടുള്ള സർക്കാർ ആയതുകൊണ്ടായിരിക്കണം അത്തരത്തിലുള്ള വിമർശമോ അല്ലെങ്കിൽ സൈബർ അധിക്ഷേപം, സൈബർ വെട്ടുക്കിളികൾ ഇറങ്ങിയിരിക്കുന്നു എന്ന മറ്റുള്ള അധിക്ഷേപമൊന്നും ഇത് സംബന്ധിച്ച് വന്നില്ല എങ്കിലും അന്തരീക്ഷത്തിൽ അതുണ്ട്. ആ കുട്ടികളത് പറയുന്നുണ്ട്. കുട്ടികളല്ല, ജോണിൻ്റെ ആൺകുട്ടിയും മകളും ഈ കാര്യം പറയുന്നുണ്ട്. നമ്മളെല്ലാം കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കെല്ലാം താഴെ മുഖമുള്ള ആളുകൾ, മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും വന്ന് അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ അധിക്ഷേപം ഉണ്ടാകുമായിരുന്നില്ല വി ഡി സതീശൻ ഇന്ന് പറയുന്നത് ഒരു 4-5 ദിവസം മുമ്പോ അല്ലെങ്കിൽ 3-4 ദിവസം മുമ്പോ അല്ലെങ്കിൽ ഇന്നലെ തന്നെയും പറഞ്ഞാൽ അത്രയെങ്കിലും അളവ് കുറഞ്ഞേനെ. നമ്മുടെ സമൂഹത്തിലേക്ക് ഈ ഒരു അധിക്ഷേപത്തിൻ്റെയും കേരളത്തിലെ ജനത ദുരന്തഘട്ടങ്ങളിൽ ഒറ്റക്കെട്ടാണ് എന്ന തോന്നലുണ്ടാക്കുന്നതിനെ മറികടക്കുന്ന ഈ അധിക്ഷേപ വാക്കുകൾ അന്തരീക്ഷത്തിലേക്ക് അത്ര കുറഞ്ഞേനെ. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അത് പറയുന്ന കാര്യം അദ്ദേഹം വന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെതായിട്ട് അദ്ദേഹം വന്ന് പറയുന്ന കാര്യം ഇതാണ്. അതായത് വൈകാരിക ക്ഷോഭം കൊണ്ട് പറഞ്ഞതാണെന്ന്. പക്ഷേ അപ്പോഴും അവർക്ക് ആ ന്യായീകരണം കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ആ ന്യായീകരണം നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അവർ വൈകാരിക ക്ഷോഭം കൊണ്ട് പറഞ്ഞതാണല്ലോ എന്ന ന്യായീകരണമാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വൈകാരിക ക്ഷോഭമായിരുന്നു ചില വാക്ക് തെറ്റിപ്പോകാൻ? അതായത് കടൽ തീരമല്ലേ, ഞാൻ അങ്ങോട്ട് പോയാൽ കുഴപ്പമാണെന്ന് അദ്ദേഹം പറയുന്നത് അവർക്ക് മോശമായിട്ട് അനുഭവപ്പെട്ടു. അവർക്ക് മോശമായിട്ട്, അതായത് പിതാവിനെ നഷ്ടപ്പെട്ട ഒരു കുട്ടികൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് അത് മോശമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് അവർക്കൊരു വിഷമമുണ്ട്. കാരണം ഗ്രീഫിൻ്റെ സന്ദർഭത്തിലാണ് അവരത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നിലക്ക് ഉള്ള ആ നിലക്കുള്ളൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതിൽ അദ്ദേഹത്തിൻ്റെ പദവിയെയോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായുള്ള ഗരിമയെയോ ഒട്ടും കുറക്കുന്നതല്ലാതെ ഞാൻ അന്ന് പറഞ്ഞത് തെറ്റായിട്ടായിരുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലൊരു ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു നാണക്കേടും വിചാരിക്കേണ്ടതല്ല. അദ്ദേഹം വ്യക്തിപരമായിട്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഗരിമയിൽ നിന്ന് കുറവുണ്ടാകുന്നില്ല, അദ്ദേഹം അലങ്കരിക്കുന്ന പദവിയിൽ നിന്ന് കുറവുണ്ടാകുന്നില്ല. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പദവിയെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായുള്ള ഗരിമയെയും ഉയർത്തുകയാണ് ചെയ്യുക. ഞാൻ പറഞ്ഞത് അങ്ങനെ ഉദ്ദേശിച്ചായിരുന്നില്ല, ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ഖേദം ഞാൻ നടത്തുന്നു എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പമില്ലാത്തതാണ്. അതിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല. പക്ഷേ നമുക്കറിയാം അദ്ദേഹം വൈകിയാലും അത്തരം കാര്യങ്ങളിലേക്ക്
കിട്ടി. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട് ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളിതെല്ലാം പറഞ്ഞാണ്. നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും പറയുകയാണ്, പല മാധ്യമങ്ങളും, എല്ലാവരും ഇപ്പം മാധ്യമങ്ങൾ അദ്ദേഹത്തിന് നല്ല സൗമനസ്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ പക്ഷേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇത് 11-ാം ദിവസം അദ്ദേഹം വന്നത് മാറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് നാളെയാണെങ്കിലും പറയാവുന്നതേ ഉള്ളൂ. അദ്ദേഹം പക്ഷേ പറയേണ്ടതാണ്. ഇതിലൊന്നും ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ്, ഇതിലൊന്നും ആത്മാഭിമാനത്തിൻ്റെയോ അല്ലെങ്കിൽ വലിയ അവരെല്ലാവരും മാധ്യമങ്ങളെല്ലാം വിമർശിച്ചുകൊണ്ട് ഞാൻ നാളെ അങ്ങ് പിന്നെ അത് പറഞ്ഞാൽ മോശമല്ല, എനിക്കൊരു ക്ഷീണം വരുമെന്നൊന്നും വിചാരിക്കേണ്ടല്ലോ. ഇത് മനുഷ്യർ ഏറ്റവും ഫ്രജൈലായിട്ട് നിൽക്കുന്ന, മനുഷ്യൻ സ്വതവേ തന്നെ ഫ്രജൈലായിട്ടുള്ള ജീവികളാണ്. അവർ ആകെപ്പാടെ ക്ഷീണിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ ഭരണത്തലപ്പത്തുള്ള ആളുകൾ കാണിക്കേണ്ടുന്ന മാതൃക അദ്ദേഹം കാണിക്കുന്നു എന്ന നിലക്കുള്ള കയ്യടി മാത്രമേ, അല്ലെങ്കിൽ ആശ്വാസത്തോടെയുള്ള നോട്ടം മാത്രമേ അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ. അദ്ദേഹത്തിന് ഗരിമ വർദ്ധിക്കുകയുള്ളൂ. അത് അദ്ദേഹം നാളെ ചെയ്യട്ടെ. കാരണം ഇന്നും രമേശ് ചെന്നിത്തല വീട്ടിൽ ചെന്നപ്പോൾ ആ പെൺകുട്ടി മകള് പറഞ്ഞു ഈ പറഞ്ഞത് ശരിയായില്ല എന്ന്. മുഖ്യമന്ത്രി പറഞ്ഞ ആ കാര്യം ശരിയായില്ല, കെ മുരളീധരൻ പറഞ്ഞ കാര്യം ശരിയായില്ല എന്ന് ഈ പിതാവിനെ നഷ്ടപ്പെട്ട പെൺകുട്ടി തന്നെയാണ് പറയുന്നത്. നമ്മൾ നിന്ന് പറയുകയാണെങ്കിൽ നമ്മളെ വിമർശിച്ചാൽ മതി, വി ഡി സതീശന്, അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് നമ്മളെ വിമർശിച്ചാൽ മതി. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന ആളുകളാണ്. 11-ാം ദിവസവും പിതാവിനെ കണ്ടെത്താൻ പറ്റാത്ത മക്കളുടെ വേദന, ആ വേദനയിൽ നിന്നുകൊണ്ട് അവർ പറയുന്നതിന് ആ നിലക്ക് തന്നെ എടുത്താൽ മതി എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനകത്തുള്ള ആ പോയിന്റിനെ കാണണം. ഇപ്പോൾ ഈ സന്ദർശനം നേരത്തെ തന്നെ നടത്തിയാൽ എന്തായിരുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും. അവിടെ ചിലപ്പോൾ ഒരുപക്ഷേ വൈകാരിക ക്ഷോഭം, അദ്ദേഹം അറിയാത്ത ആളല്ലോ, അദ്ദേഹം ഇന്ന് പറഞ്ഞ കൃത്യമായിട്ടുള്ള പോയിന്റല്ലേ, വൈകാരിക ക്ഷോഭം ഒരുപക്ഷേ കാണേണ്ടി വന്നേക്കാം. പക്ഷേ പോയിരുന്നെങ്കിൽ പൊതുവിൽ കേരളത്തിലാകെ തന്നെയും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നൊരു തോന്നലുണ്ടായേനെ. ഇപ്പോൾ ഉറപ്പായിട്ടും ഞാൻ പറയാം, ഇപ്പോൾ അത് പറയുമ്പോഴും UDF-ൻ്റെ അനുകൂലികളായിട്ടുള്ള ആളുകൾ താഴെ പറയും നിങ്ങൾ ഈ കഴിഞ്ഞ സർക്കാരിനെ അനുകൂലിക്കുകയാണ് എന്ന് പറയും. പക്ഷേ എന്നാലത് പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വലിയ പ്രളയം ഉണ്ടായപ്പോഴും അടക്കമുള്ള സംഗതികൾ ഉണ്ടായപ്പോഴും അന്തരീക്ഷത്തിൽ നമ്മൾ ഒറ്റക്കെട്ടാണ് കേട്ടോ എന്നൊരു തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള വാക്കുകൾ അന്തരീക്ഷത്തിലേക്ക് വന്നിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വെറുതെ വർത്തമാനം പറയുന്നത് വെറുതെ അല്ല വർത്തമാനങ്ങൾ. അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ വാക്കുകൾ എന്ന് വെച്ചാൽ ഇത്തരം ഘട്ടങ്ങളിൽ അവയ്ക്ക് ഫിസിക്കലായിട്ടുള്ള മൂല്യമുണ്ട്. അവ പലതരത്തിലുള്ള പ്രകമ്പനങ്ങൾ ഉണ്ടാക്കും, പോസിറ്റീവായിട്ടുള്ളത് പലതരത്തിൽ മനുഷ്യരുടെ ഉള്ളിൽ പ്രതിഫലിക്കും. അപ്പോൾ ആളുകൾ ആ നിലക്കുള്ള ഇടപെടലിലേക്ക് ഇറങ്ങും. അപ്പം ഭരണാധികാരികൾ അവരുടെ പദവിയിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യം പൂർണ്ണമായിട്ട് ചെയ്തോ എന്ന് വി ഡി സതീശൻ അദ്ദേഹത്തോട് തന്നെ ചതിക്കട്ടെ. എന്നോട് ചോദിച്ചാൽ അത് അദ്ദേഹം വേണ്ട രീതിയിൽ ചെയ്തില്ല. പിന്നെ അത് അദ്ദേഹം ആദ്യമായിട്ട് വന്ന് നിൽക്കുകയാണല്ലോ, അദ്ദേഹം 10-30 ദിവസത്തിലായുള്ളൊന്നും വേണമെങ്കിൽ ഒരു ആനുകൂല്യം കൊടുക്കാം എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സമ്പൂർണ്ണമായിട്ട് ആ നിലക്കുള്ള ഒരു കാര്യം വന്നില്ല എന്ന് നമ്മൾ കാണേണ്ടതായിട്ട് വരും. വസ്തുനിഷ്ഠമായിട്ട് നമ്മളതിനെ പരിഗണിക്കുകയാണെങ്കിൽ അങ്ങനെ കാണേണ്ടതായിട്ട് വരും. പിന്നെ ഈ ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ടതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏത് നിലക്കും എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് സഹായം ഉണ്ടാക്കിയെടുക്കാം എന്നതുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അത് ഇപ്പോൾ മഴ ഏതായാലും ശമിച്ചു, എല്ലായിടത്തും മഴ അങ്ങനെ കാണുന്നില്ല, ഇനിയിപ്പം വലിയ മഴ മുന്നറിയിപ്പുകളുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു വലിയ മോശം കാലത്ത് നിന്ന് നമ്മൾ ശരിയായി വരികയാണ്, കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളിലേക്ക് വരികയാണ് എന്ന് വേണം വിചാരിക്കാൻ. സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിക്കുന്നത് മുരളീധരനും വി ഡി സതീശനും അത്തരം കാര്യങ്ങളൊരല്പം അതുകൂടെ പറഞ്ഞാൽ സമാധാനം, ഒരു ആശ്വാസത്തിൻ്റെ അന്തരീക്ഷം കേരളത്തിലാകെ തന്നെ ഉണ്ടായിട്ട് വരും. ഇപ്പോൾ രാജേഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഉണ്ടായത് വലിയ വീഴ്ചയാണ് എന്നെല്ലാവരും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണത്. അപ്പോൾ സർക്കാരിൻ്റെ ഈ കാര്യത്തിൽ നിലപാടിലൊരിപ്പം വിട്ടുവീഴ്ചയുണ്ടായി, ഒരു കുഴപ്പമുണ്ടായി എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും ആവില്ല. പക്ഷേ അദ്ദേഹം ഇന്നത് വന്ന് പറഞ്ഞതോടുകൂടിയിട്ട് അത്രയെങ്കിലും അത്ര ആശ്വാസം എന്ന നിലയുണ്ട്. പക്ഷേ ജോണിൻ്റെ മകൾ ഈ കാര്യം പറഞ്ഞതിനെ കൂടെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്.